എന്തുകൊണ്ടാണ് ലോകരാജ്യങ്ങളുടെ പതാകകളിൽ പർപ്പിൾ നിറമില്ലാത്തത്? എപ്പോഴെങ്കിലും നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ലോകത്തെ ഏതൊരു രാജ്യത്തിൻ്റെ പതാക ശ്രദ്ധിച്ചാലും അതിലൊരു വലിയ പ്രത്യേകത കാണാൻ സാധിക്കും. ചുവപ്പ്, നീല, വെള്ള, പച്ച, മഞ്ഞ, കറുപ്പ് തുടങ്ങി ഓറഞ്ചും പിങ്കും വരെ നിങ്ങൾക്ക് പതാകകളിൽ കാണാം. എന്നാൽ പർപ്പിൾ എന്ന നിറം മാത്രം ഇതിൽ നിന്നെല്ലാം അപ്രത്യക്ഷമാണ്. നൂറ്റാണ്ടുകളായി രാജ്യങ്ങൾ അവരുടെ പദവിയും അഭിമാനവും അടയാളപ്പെടുത്തുവാൻ പതാകകൾ രൂപകൽപ്പന ചെയ്തപ്പോൾ പർപ്പിൾ നിറം മാത്രം മാറ്റി നിർത്തപ്പെട്ടു. ഇതിൻ്റെ കാരണം താല്പര്യക്കുറവോ അർത്ഥമില്ലായ്മയോ അല്ല, മറിച്ച് ചരിത്രത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും സാമ്പത്തിക അവസ്ഥയുടെയും വലിയൊരു കഥ ഇതിനു പിന്നിലുണ്ട്. പണ്ട് കാലത്ത് പർപ്പിൾ എന്നത് വെറും ഒരു നിറമായിരുന്നില്ല, അതൊരു വലിയ ആഡംബരമായിരുന്നു. പുരാതന കാലത്ത് പർപ്പിൾ ചായം നിർമ്മിക്കുന്നത് അങ്ങേയറ്റം ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. മെഡിറ്ററേനിയൻ തീരങ്ങളിൽ കാണപ്പെടുന്ന ചെറിയ കടലൊച്ചുകളിൽ നിന്നാണ് ടൈറിയൻ പർപ്പിൾ എന്ന പ്രശസ്തമായ ഈ നിറം ലഭിച്ചിരുന്നത്. കേവലം 1 ഗ്രാം ചായം നിർമ്മിക്കുവാൻ പോലും 10,000 ഒച്ചുകളെ കൊല്ലണമായിരുന്നു. ഈ പ്രക്രിയ വളരെ സാവധാനത്തിലുള്ളതും അസഹനീയമായ ഗന്ധം വമിക്കുന്നതും അമിത ചിലവുള്ളതുമായിരുന്നു. ഇത്രയും ചിലവേറിയതുകൊണ്ട് തന്നെ പർപ്പിൾ സമ്പത്തിൻ്റെയും അധികാരത്തിൻ്റെയും അടയാളമായി മാറി. ചക്രവർത്തിമാർക്കും ഉയർന്ന പദവിയിലുള്ളവർക്കും മാത്രമേ ഇത് ധരിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. ചിലയിടങ്ങളിൽ സാധാരണക്കാർ പർപ്പിൾ നിറങ്ങൾ ഉപയോഗിച്ചിരുന്നത് നിയമം മൂലം നിരോധിച്ചിട്ടു പോലുമുണ്ടായിരുന്നു. യുദ്ധക്കളത്തിലോ കടലിലോ ദൂരത്തുനിന്ന് നോക്കുമ്പോൾ പർപ്പിൾ നിറം വ്യക്തമായി കാണാൻ കഴിയില്ല എന്ന പ്രായോഗിക ബുദ്ധിമുട്ടും അക്കാലത്തുണ്ടായിരുന്നു. പതാകകൾ എന്നാൽ വെയിൽ, മഴ, കാറ്റ് എന്നിവയെ അതിജീവിച്ച് ദീർഘകാലം നിൽക്കേണ്ട ഒന്നാണ്. പർപ്പിൾ ചായം പെട്ടെന്ന് മങ്ങിപ്പോവുകയും അത് മാറ്റി സ്ഥാപിക്കുന്നത് അമിത ചെലവുണ്ടാക്കുകയും ചെയ്തു. അതേസമയം ചുവപ്പ്, നീല, മഞ്ഞ എന്നീ നിറങ്ങൾ ചെടികളിൽ നിന്നും പ്രാണികളിൽ നിന്നും എളുപ്പത്തിൽ നിർമ്മിക്കാമായിരുന്നു. അതുകൊണ്ട് തന്നെ പതാകകൾ രൂപകൽപ്പന ചെയ്തപ്പോൾ പർപ്പിൾ പരിഗണിക്കപ്പെട്ടതേയില്ല. 1800കളുടെ പകുതിയിൽ കൃത്രിമ ചായങ്ങൾ കണ്ടുപിടിച്ചതോടെയാണ് പർപ്പിൾ വില കുറഞ്ഞ രീതിയിൽ നിർമ്മിക്കാൻ സാധിച്ചത്. എന്നാൽ അപ്പോഴേക്കും മിക്ക രാജ്യങ്ങളിലും അവരുടെ പതാകകൾ സ്ഥിരപ്പെടുത്തി കഴിഞ്ഞിരുന്നു. നിലവിൽ നിക്കരഗ്വയുടെ പതാകയിൽ വളരെ ചെറിയ തോതിൽ പർപ്പിൾ നിറം ഉപയോഗിക്കുന്നുണ്ട്. ഡൊമിനിക്കയുടെ പതാകയിലുള്ള തത്തയുടെ രൂപത്തിലും ഈ നിറം കാണാം. പർപ്പിൾ പതാകകളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതല്ല, മറിച്ച് അന്നത്തെ സാഹചര്യത്തിൽ അത് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു. ഇന്ന് നമ്മുടെ വസ്ത്രങ്ങളിലും ബ്രാൻഡിങ്ങിലും ഈ നിറം വ്യാപകമാണെങ്കിലും പതാകകളിൽ പർപ്പിൾ ഇല്ലാത്തത് ചരിത്രപരമായ ഒരു ഓർമ്മപ്പെടുത്തലായി ഇന്നും നിലനിൽക്കുന്നു. കൂടുതൽ ചരിത്ര വസ്തുതകൾക്കായി നമ്മൾക്കിനിയും കാണാം.